ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് പോലും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SIT ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ ദുരൂഹ ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയാണ് എന്ന കണ്ടെത്തൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിരിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരം. ടീച്ചർ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? പോറ്റിയെ അറിയില്ല എന്നുള്ള കടകംപള്ളിയുടെ പ്രസ്താവന അത് വെറും തട്ടിപ്പാണ് എന്നുള്ളത് സാധാരണ ഏതൊരാൾക്കും, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അന്നേ മനസ്സിലായി. പിന്നീട് നമ്മൾ കണ്ടു ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ന്യായങ്ങൾ പറഞ്ഞു. അത് ഏതാണ്ട് ആരുടെ വീട്ടിലെ ശതാബ്ദിക്ക് പോയതാണെന്നോ ഉപനയനത്തിന് പോയതാണെന്നോ എന്നൊക്കെയുള്ള പൊരുത്തി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് തടിയൂരാൻ ശ്രമിച്ചു. ഒരു വളരെ ഉന്നതനായ ഒരാളുടെ പിന്തുണയില്ലാതെ വെറും ഒരു വ്യക്തിക്ക് ശബരിമല പോലൊരു സംവിധാനത്തിൽ ചെന്നിട്ട് ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്താൻ സാധിക്കും എന്ന് വിചാരിച്ചാൽ അത് വെറുതെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ മറ്റേ ഭണ്ണാരം മുന്നുമ്പോ മടിക്കുത്തിലേക്ക് ഏതെങ്കിലും ഇത്തിരി പൈസ എത്തി വെക്കണതോ മറച്ചു വെക്കണോ അത്തരം ഒരു കൊള്ളയല്ലല്ലോ ഇത് ഭഗവാന്റെ ശ്രീകോവിൽ തന്നെ അഴിച്ചു കൊണ്ടുപോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. ഇത് ഉന്നതങ്ങളുടെ സ്വാധീനമില്ല, അത് ഒരിക്കലും സാധിക്കില്ല. വെറുതെ കൊണ്ടുപോകുന്നത് മാത്രമല്ല, അത് ഭാരതം മുഴുവൻ എഴുന്നള്ളിച്ച വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ച് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പൂജിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും ഒരിക്കൽ മേലേക്ക് വീണ്ടും അതിന് കേടുണ്ടായി എന്ന് പറയാനും അഴിച്ചെടുക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ ഉന്നതങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഇത് ഒരിക്കലും സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെയൊക്കെ ബിനാമിയാണോ എന്ന് മാത്രമാണ്. ഇവർക്കൊക്കെ വേണ്ടി ചെയ്തതാണോ എന്ന് പോലും നമ്മളിപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് SIT ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴേക്കും മാസങ്ങൾ എത്ര കഴിഞ്ഞു? ഇനി ഇത് എത്ര കൊല്ലങ്ങളെ കൊണ്ടായിരിക്കും ഇത് എവിടേക്കെങ്കിലും ഏതെങ്കിലും ഒരു കടവിൽ ഈ വള്ളം അടുക്കുക? അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഭയം. അപ്പോ SIT കുറച്ച് കേസ് നീണ്ടുപോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നില്ല എന്ന് പൊതുജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അതിനനുസരിച്ചുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകണം. ഇതിപ്പോ ഈ വാർത്ത പുറത്തു വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ അന്ന് ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയുടെ അടുത്തേക്ക് നീക്കം എത്തുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സാവകാശമാണ് അന്വേഷണം പോണത്. അത് സത്യത്തെ മൂടി വെക്കാനുള്ള ഒരു പരിശ്രമമായി തന്നെ കണ്ടെത്തും. ഓക്കെ, ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറാണ് പ്രതികരിച്ചത്.